ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ആയിട്ട് പോവാം. ഫൈനൽ എപ്പിസോഡ്. അങ്ങനെ ഇവിടെ കാറിലേറി മുത്തശ്ശി ഷോക്കായി പറയാൻ തുടങ്ങി. നിങ്ങളാ മുത്തശ്ശിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ അറിയോ? അറിയും സാർ, നിങ്ങളകത്തുവാ. അങ്ങനെ പറഞ്ഞു, ഇതാണ് നിങ്ങൾ. അങ്ങനെ ആറാം പറഞ്ഞു, സാർ ഇതിലിങ്ങനെ കൈവെക്ക് സാർ, ഇതുവരെ തുറന്നിട്ടില്ല സാർ, ഇതിൽ കൈവെക്കാൻ പറഞ്ഞു. അങ്ങനെ ആറമ്മ കൈവെച്ച് തുറന്നു. ഇതിലൊക്കെ ബാക്കിയുള്ള ഷോക്കായി. അവിടെ വീട് ജോലി കഴിച്ച് ചെയ്യുന്നവരെല്ലാം തുറന്നു. മുത്തശ്ശൻ പറയാൻ തുടങ്ങി, സാർ ഇവിടെയല്ലേ ഞങ്ങളെ പൂർവ്വകം നോക്കാണ് സാർ, നിങ്ങൾ വരാൻ വേണ്ടിയാണ് കേൾക്ക്, ഓളോട് പറഞ്ഞിരുന്നു. അങ്ങനെയിട്ട് പറഞ്ഞുകൊണ്ട് അകത്ത് വന്ന് നോക്ക്. അതെ, ആ ഫസ്റ്റ് സ്റ്റേറ്റ് തുറന്നു റൂം, അതൊരു പാലസ് ആയിരുന്നു. ആറമ്മാണ്. അങ്ങനെ 7 പേർ കൈ വെച്ചിരുന്നു. അങ്ങനെ തുറന്നു. പിന്നെ ഒരു റൂം, അത് ആറമ്മക്ക് മനസ്സിലായി, ഇതെൻ്റെ റൂം. അങ്ങനെ ആറാം വിളിച്ചു. എല്ലാവരും പോയി. ആറാം ഇവിടെ പുറകിൽ പോയി. എന്ത് പറ്റി? ആറാം പറയുന്നത് എൻ്റെ റൂമാണ്, ഇവിടെ നോക്കിക്കോ. ആറാം കാട്ടി. അതെ, ആറാമിൻ്റെ റൂമായിരുന്നു ലൈബ്രറി റൂം. അങ്ങനെ എല്ലാവരും ഓരോന്ന് പോയിട്ട് നോക്കി. ജിന്നിരിക്കുക, എൻ്റെ റൂം എവിടെ? അങ്ങനെ തുറന്ന റൂം, അതെ അവിടെ 7 പെറ്റുണ്ടായിരുന്നു. അതന്നെ മാജിക്, ഫുൾ മാജിക് ആയിരുന്നു, ക്രിസ്റ്റൽ. അങ്ങനെ എല്ലാവരും ഒരു പ്ലേസ് പോകുന്നു. ആറും പറഞ്ഞു ഈ പ്ലേസ് പോയി. അങ്ങനെ അവർ മാജിക് സിസ്റ്റർ അങ്ങനെ അവരുടെ പ്ലേസ് പോയി. അവിടെ എല്ലാം മാജിക് ബുക്ക് ഉണ്ടായിരുന്നു, മാജിക് ബുക്ക് മതി. അങ്ങനെ ബുക്ക് വായിക്കാൻ തുടങ്ങി. ആറാം ഫുള്ള് ഓർമ്മ വന്നു ആറാമക്ക്, നമ്മളെ വൈഫ് അവൾ തന്നെയാണ്. അങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങി. ശരി, അങ്ങനെയായിട്ട് എല്ലാം കണ്ടുപിടിച്ച് അവർക്ക് ഫ്ലാഷ് ബാക്കെല്ലാം ഓർമ്മ വന്നു. അങ്ങനെ അവർ വൈഫ് കണ്ടുപിടിക്കാൻ അവർ വന്നു. എന്തടി പറ്റി? ഒന്നും അറിയില്ലടി മച്ചി, എന്തോ പറഞ്ഞറിയില്ലടി, ഏതോ ഒരു പ്രശ്നമുള്ളതറിഞ്ഞ് എനിക്ക്. അങ്ങനെയായിട്ട് ആറാം പറയാൻ തുടങ്ങി. ആറാമക്ക് അതെ മാജിക് ബുക്ക് പറഞ്ഞത് അത് മുത്തശ്ശിയാണ്. അതെ, ഹീറോയിൻ്റെ മുൻജന്മത്തിൽ അവളെ മുത്തശ്ശിയായിരുന്നു. അവരൊരു നല്ലൊരു മെഡിസിൻ പറഞ്ഞാൽ നല്ല ഹീലിംഗ് ചെയ്യാൻ പറ്റും ഒരു മാജിക് പവർ മാത്രമേ ഉള്ളൂ. അത് അത് കൊടുത്തായിരുന്നു. അത് ഹീറോക്ക് കൊടുത്തായിരുന്നു. അവർ റൂമിൽ സൂക്ഷിച്ച് വെച്ചായിരുന്നു. അവർക്കെല്ലാം നന്നായിട്ട് അറിയാൻ പറ്റുന്നു. ഹീറോമാർ പറയാൻ തുടങ്ങി, നമ്മൾ പോയിട്ട് കണ്ടുപിടിക്കാൻ. ഹീറോയെ പറയാൻ തുടങ്ങി, എടി ഞാൻ PTS മെമ്പറിനെ കണ്ടിരുന്നു. ഞാൻ പറഞ്ഞ നീ നമ്പുന്നില്ല. എടി എനിക്കത് ലൂസാ പോടിയെന്ന് എനിക്കവിടെ കണ്ടിരുന്നു. അങ്ങനെ പറഞ്ഞ ഫ്രണ്ട്സെല്ലാം വിശ്വസിച്ചില്ലായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോമാർ എങ്ങനെ ഹീറോ എവിടെയുണ്ട് അവർ കണ്ടുപിടിച്ചു. ജിൻ പറയാൻ തുടങ്ങി, ഞാൻ കണ്ടിരുന്നടാ, എവിടെയാണ് എനിക്കറിയൂ, ഞാൻ വീടുള്ള അവിടെ എനിക്കറിയൂടാ എന്ന് പറഞ്ഞു. ജിൻ ഇവർ കേട്ടു, അതും ശരിയാണ്. ബാക്കി ഒരു ജിൻ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു. ബാക്കി മെമ്പേഴ്സ്ക്ക് ഓർമ്മയില്ലായിരുന്നു എവിടെയാണ് എന്ന്. ജിൻ പറയാൻ തുടങ്ങി, സത്യമാണെടാ, ഞാൻ ഫോളോ ചെയ്തു വരുന്നത് അത് വീടാണ്. ഒരാൾ പറഞ്ഞു, ഇല്ലടാ അതൊന്നും അല്ലടാ, ഞാൻ കണ്ട വീടാണ്, ആളെ ഹീറോയിൻ്റെ വീടാണ്. അങ്ങനെ ഹീറോമാർ ഹീറോയിൻ്റെ വീട്ടിലൊക്കെ വന്നു. അങ്ങനെ വീട് തുറന്ന് ഹീറോയിൻ്റെ മമ്മി ഡാഡി, എക്സ്ക്യൂസ് മാം, ഞാനാണ് ഇതാണ് അങ്ങനെ പറഞ്ഞു. ഹീറോയ്ക്ക് എൻഗേജ്മെൻറ്റ് കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് മാരേജായി. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. എല്ലാവരും ഹാപ്പി ആയിരിക്കാൻ തുടങ്ങി. സ്മൈൽസ് ഹാപ്പി ഫാമിലിയായി മാറാൻ തുടങ്ങി. കുട്ടികളെല്ലാവരും പറയാൻ തുടങ്ങി, ഇതാണ് ഡാഡി സ്റ്റോറി. കുട്ടികളെ ഹാപ്പി എൻഡിങ്.